കോൺഗ്രസ് ഒഴിവാക്കിയിട്ടും നിർണായക നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായി ഡോക്ടർ ശശി തരൂർ എംപിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഘത്തെ തരൂർ നയിക്കും. സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസ് കൈമാറിയ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. കോൺഗ്രസ് തഴഞ്ഞ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ നായകനാക്കിയതാണ് പുതിയ വിവാദം. നയതന്ത്ര മേഖലയിൽ രാജ്യത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവാണ് ശശി തരൂർ. ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രവർത്തിച്ചുള്ള പരിചയം, വിദേശ രാജ്യങ്ങളിലെ നേതാക്കളുമായുള്ള അടുത്ത ബന്ധം. എന്നാൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരിന്റെ പേരില്ല. പട്ടികയിൽ ഇല്ലാതിരുന്ന തരൂരിനെ ആദ്യ സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. സംഘത്തെ നയിക്കുന്നവരുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതിന് പിന്നാലെ നിർദ്ദേശിച്ച പേരുകൾ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും പുറത്തുവിട്ടു. എന്നാൽ പിന്നാലെ കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത ശശി തരൂരും രംഗത്ത്. സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്തിയത് ബഹുമതിയെന്ന തരൂർ. രാജ്യ താൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സേവനം ആവശ്യമാണ് എങ്കിൽ പിന്നോട്ടു പോകില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് മറികടന്ന് ശശി തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണമായിരുന്നുവെന്ന് CPIM രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നതിൽ തയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്നതിൽ കഴമ്പുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി കേന്ദ്രാനുകൂല നിലപാട് തരൂർ സ്വീകരിച്ചതും വിവാദമായിരുന്നു. 24 ഡൽഹി.